നീ ഇവിടെ കിടന്ന് കേസും വഴക്കും വാശിയും വൈരാഗ്യവും അടിപിടിയും ഒന്നും ഉണ്ടാക്കരുതെന്ന് പച്ച മലയാളത്തിലായി പറഞ്ഞു തരുന്നേ. നീ അതിന് തർക്കം ഉണ്ടാക്കരുത് തങ്കച്ച. നിന്റെ സ്വന്തം അനിയനാ, അവനങ്ങ് കൊടുക്കേ. 1 സെന്റോ 2 സെന്റോ കൊടുക്കേ. ഈ ത്യാഗാറായി, നിനക്ക് ശ്വാസം മുട്ടലുള്ളതാണ്. നീ 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കിടന്ന ഓർമ്മ വേണം കേട്ടോ. സ്തോത്രം. നിന്റെ പെമ്പളയ്ക്കും പരുവക്കേടാ. എന്നാലും അവിടെ നാക്കിന് യാതൊരു കുറവും തെയ്യെന്നാ അവള് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് കേസും വഴക്കും കോടതി അടിപിടി ഒന്നും ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത്. സൂസമ്മയോട് ഞാൻ പറയാം, തള്ളയ്ക്ക് വെള്ളം കൊടുക്കണം, അവരെ ആശ്വാസവാനി കൊണ്ടിടരുത്. അവിടെ പോക്കുമെന്ന് അറിയത്തില്ല. മനസ്സിലായോ? നീ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കണം. നീ തള്ളയെ തല്ലി വെളിയിലിറക്കി, തള്ളയാന്നൊരു കൂടിന്റെ കുടുംബിക്കും പിടിച്ചോണ്ട് നടക്കുക പാമ്പാടി കൂടെ. അല്ല, തള്ളയായ കാലത്ത് നല്ല മൂച്ചുള്ള തള്ളയായിരുന്നു. ഇപ്പൊ പരുവക്കേടായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വെറുതെ പൊരിഞ്ഞ തള്ളയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കരുത്. ഉള്ള സമയം നീ ദൈവത്തെ വിളിച്ചോണം, ആത്മാവിൽ ബലപ്പെട്ടോണം. കേസും കോടതിയും വഴക്കും പുക്കാറുമായിട്ട് നടക്കരുതെന്നായി നാടൻ ഭാഷയെ പറഞ്ഞു തരുന്നത്. ഒടുവിൽ കർത്താവിലും അമിതബലത്തിന് ശക്തിപ്പെട്ടോണം.